കോമറ്റ് EVയെക്കുറിച്ചുള്ള ഒരു യൂസർ റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് യൂസർ റിവ്യൂ ആണ്, അതല്ലാതെ ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ മറ്റ് മേന്മകളെക്കുറിച്ചുള്ള ഒരു ടെക്നീഷ്യൻ്റെ വിലയിരുത്തലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്ളോഗറുടെ വിലയിരുത്തലോ അല്ല. ഈ വണ്ടി 2 മാസം തുടർച്ചയായി ഉപയോഗിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്, പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ, അങ്ങനെ അഭിപ്രായങ്ങളാണ്. തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചിലപ്പോൾ ഒരു വീഡിയോയിലൂടെ തീരില്ല, കാരണം 2 മാസമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഒന്നിലേറെ വീഡിയോകൾ വേണ്ടി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയേറെ കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ആഗ്രഹമുണ്ട്. കാരണം അത്രയും പറയാനുണ്ട്, സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതെല്ലാം ഒരു വീഡിയോയിലൂടെ പറഞ്ഞ് ചിലപ്പോൾ ഒരു 20-30 മിനിറ്റ് സമയം വരും. അത്ര നേരമൊന്നും ആരും യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ വീഡിയോകൾ 5-6 ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. എന്താണ് ഈ വണ്ടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഒപ്പീനിയൻ, അതല്ലെങ്കിൽ ആദ്യത്തെ അഭിപ്രായം, വണ്ടി കണ്ട് അല്ലെങ്കിൽ ആദ്യം ഉപയോഗിച്ച വ്യക്തിയുടെ ഫസ്റ്റ് ഒപ്പീനിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലവ് അറ്റ് ഫസ്റ്റ് സെറ്റ് എന്ന് തന്നെ പറയാം. അതായത് എനിക്ക് 2 മാസം കൊണ്ട് പൂർണ്ണമായി ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. യാതൊരുവിധ എന്താ പറയുക സംശയങ്ങളും ഇല്ലാത്ത, അല്ലെങ്കിൽ യാതൊരുവിധ നെഗറ്റീവ് പോയിൻറ്റും പറയാനില്ലാത്ത പെർഫെക്റ്റ് എന്ന് പറയാവുന്ന ഒരു റിവ്യൂ ആണ് എനിക്ക് ആദ്യത്തെ ഈ 2 മാസം ഉപയോഗം നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ആർക്ക് നിങ്ങൾ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇത് 4 പേർക്ക് പോകാനുള്ള വണ്ടിയാണ്. മറ്റ് ചില വണ്ടികളിലൊക്കെ നമ്മൾ 6 പേർക്ക് പോകാവുന്ന വണ്ടികൾ 8-10 പേരൊക്കെ വന്ന് സീറ്റിൽ നിന്ന് പുറത്ത് തലയിൽ കിട്ടൊക്കെ നമ്മൾ വണ്ടികൾ പോകണം കാണാം. കുഞ്ഞൻ വണ്ടികളിൽ 3 ആൾ ഫ്രണ്ടിലിരിക്കും, ഒരു 4-5 ആൾ ബാക്കിലിരുന്ന് സീറ്റ് എന്താ പറയുക ഡോർ കൂടെ തല പുറത്തേക്ക് ഇട്ടിരുന്ന് പോകുന്ന ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന നാട്ടിൻപുറം. പക്ഷേ അങ്ങനെ പോകാനില്ല, കാരണം ബാക്കിലൊന്നും ഡോറില്ല, അതിലൂടെ തല പുറത്തേക്ക് ഇട്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ 4 പേർക്ക് പോകാനാണെങ്കിൽ പെർഫെക്റ്റ്. ഈ 4 പേരെന്ന് പറഞ്ഞാൽ ഞാൻ 2 കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഉദ്ദേശിച്ചത്, അച്ഛൻ, അമ്മ, ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികളടക്കം വന്ന അങ്ങനെ 4 പേർക്ക് സുഖകരമായി പോകാവുന്നൊരു വണ്ടിയാണ്. ഇവർ പറയുന്നുണ്ട് സിറ്റി വണ്ടിയാണ്, പക്ഷേ ഞാൻ സിറ്റിയിലല്ല, ഞാൻ നാട്ടുമ്പുറത്തും പോകാറുണ്ട്. എൻ്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂർ വരെ പോകാറുണ്ട്. എറണാകുളത്ത് തൃശ്ശൂർ വരെ വണ്ടി ഓടിച്ച് പോയിട്ട് വീട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോകാറുണ്ട്. അപ്പോൾ സിറ്റി വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നാട്ടുമ്പുറത്തും ഓടിക്കാൻ സുഖമായിട്ട് ഓടിച്ച് നടത്താവുന്ന വണ്ടിയാണ്, ഒരു പ്രയാസങ്ങളുമില്ല, പെർഫെക്റ്റാണ്. പിന്നെ എൻ്റെ കയ്യിൽ മുന്നുണ്ടായിരുന്ന വണ്ടി XUV 500 മഹീന്ദ്രയുടെ വണ്ടിയായിരുന്നു. അതും ഇത് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സുഖമാണ് ഓടിക്കാൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അതായത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. മറ്റൊരു വലിയ വണ്ടിയിൽ നമ്മൾ ഒരു 9 ആൾക്ക് പോകാൻ ശേഷിയുള്ളൊരു വണ്ടിയിൽ 7 പേരാണ് പറഞ്ഞെങ്കിൽ നമുക്ക് മഹീന്ദ്ര XUV നമുക്ക് സുഖമായിട്ട് 9 ആൾക്ക് പോകാം. 9 ആൾക്ക് പോകാൻ ശേഷിയുള്ള വണ്ടിയിൽ ഒരാൾ ഒറ്റയ്ക്ക് നിന്ന് യാത്ര ഉണ്ടാകുന്ന ആ ഒരു പ്രയാസമുണ്ടോ, ഒരു വണ്ടിയുടെ ഒരു മൂലയ്ക്ക് ഒരു കൊതിരിക്കുന്ന മാതിരി ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, നമുക്ക് 4 പേർക്ക് പോകാനുള്ള വണ്ടിയാണ്. ഒരാൾ പോകുമ്പോൾ സുഖം, 2 ആളെ പോകണമെങ്കിൽ പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെ പറയാം. നമുക്ക് 4 പേർക്ക് പോകാൻ നമ്മൾ നേരത്തെ പറയും നല്ല വണ്ടി. നിങ്ങൾ ഒരാളെ പോകുന്നുള്ളെങ്കിൽ, കൂടുതൽ സമയം ഒരാളെ പോകുന്നുള്ളെങ്കിൽ ദ പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ദ പെർഫെക്റ്റ് വണ്ടി എന്ന് തന്നെയാണ് എൻ്റെ ആദ്യ അഭിപ്രായം. കാരണം ഞാൻ ഈ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഇത് 2 മാസം, ഈ 2 മാസത്തിൽ ഒരു 90% ഓടിച്ചിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. പലപ്പോഴും ഞാൻ ഒരു മീഡിയ പ്രൊഫഷണൽ ആയതുകൊണ്ട് എൻ്റെ ഷൂട്ടിംഗ് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ലൊക്കേഷൻ കാണാനോ, അതിൽ ചെറിയ ചെറിയ ഷൂട്ടിങ്ങുകൾക്കോ, ഷോർട്ട് ഫിലിംസിൻ്റെ ഒക്കെ ഷൂട്ടിങ്ങുകൾക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഡിസ്കസ് ചെയ്യാനോ, അല്ലെങ്കിൽ ക്ലയൻസിനെ കാണാനൊക്കെ ആയിട്ടുള്ള ഒറ്റയ്ക്കുള്ള യാത്രകളാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഒറ്റയ്ക്കുള്ള യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മഹീന്ദ്ര XUVയിൽ പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയും വലിയ വണ്ടിയിൽ നമ്മൾ കൊതുരിക്കുന്ന മാതിരിയാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരാൾക്ക് പോകാൻ സുഖമാണ്. നമ്മൾ സ്കൂട്ടർ ഓടിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ഓടിക്കാം. വളരെ ലൈറ്റാണ്, നമുക്ക് ഒരു കൈ കൊണ്ടൊക്കെ സുഖമായിട്ട് നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് സാങ്കേതികമായിട്ട് പറയാൻ പറ്റില്ല, എന്നാലും ഓട്ടോമാറ്റിക്കാണ്. അതിനകത്ത് ക്ലച്ചും ഇല്ല, ഗിയറും ഇല്ല. അപ്പോൾ നമുക്ക് ഗിയർ മാറ്റേണ്ട പ്രശ്നമില്ല, ക്ലച്ച് ചവിട്ടേണ്ട പ്രശ്നമില്ല. അതായത് ഇതിനകത്ത് 2 ആക്സിലേറ്ററുണ്ട്, ബ്രേക്കുണ്ട്, അങ്ങനെ 2 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടികളിലെ ഓട്ടോമാറ്റിക്കൽ മാതിരി തന്നെയാണ് EV വണ്ടികളെല്ലാം. എല്ലാ വണ്ടികളും എനിക്കറിയില്ല, ഈ വണ്ടി എന്തായാലും ഈ സെഗ്മെൻറ്റ് ഞാൻ പരീക്ഷിച്ച എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനകത്ത് ആക്സിലേറ്റർ ഉണ്ടായിരിക്കും, ബ്രേക്കും ഉണ്ടായിരിക്കും, ക്ലച്ചും ഉണ്ടായിരിക്കില്ല, അതുപോലെ തന്നെ ഗിയറും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഗിയർ മാറിൻ്റെ ടെൻഷനില്ല, ക്ലച്ച് ചവിടുന്ന ടെൻഷനില്ല. അപ്പോൾ വളരെ സുഖമാണ് ഡ്രൈവ് ചെയ്യാൻ. ജസ്റ്റ് ഒരു കയറിയിരിക്കുക, ആക്സിലേറ്റർ കൊടുക്കുക, വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, വളവ് എത്തുമ്പോൾ തിരിക്കുക. പിന്നെ ഇതിനകത്ത് റീജനറേറ്റീവ് എനർജി ക്രിയേഷൻ മെത്തേഡുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യും. നമ്മൾ ആക്സിലേറ്റർ കാലെടുത്താൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് അപ്ലൈ ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾ റോഡുകളിൽ പോകുമ്പോൾ തൊട്ട് മുമ്പിൽ വണ്ടി ബ്രേക്ക് ചവിടുന്ന കണ്ടാൽ കുറച്ച് അകലെയെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആക്സിലേറ്ററിന് കാലെടുത്താൽ മതി. ബ്രേക്ക് ചവിട്ടുക പോലും ചെയ്യേണ്ട, ഇത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഇഫക്റ്റ് അപ്ലൈ ചെയ്യും, വണ്ടി സ്ലോ ഡൗൺ ചെയ്യുകയും ചെയ്യും. അത് വലിയ ഗുണമാണ്. മാത്രമല്ല സ്ലോ ഡൗണിന് മാത്രമല്ല, ആ സമയത്ത് നമുക്ക് എനർജി റീജനറേറ്റ് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. അതൊരു വലിയ ഗുണമാണ്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല സിറ്റിയിലൊക്കെ യാത്ര ചെയ്യാന്നിരിക്കും. സിറ്റി ഇപ്പോൾ വളരെ ടൈറ്റ് ട്രാഫിക്, ഇപ്പോൾ സിറ്റിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ക്രീപ്പ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി മൂവ് ചെയ്യും. ആക്സിലേറ്റർ ചവിട്ടണമെന്നില്ല, ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി മൂവ് ചെയ്യും. ചവിട്ടണം തോന്നുന്നു ബ്രേക്ക് ചവിട്ടുക, ബ്രേക്കിൽ നിന്ന് കാലെടുത്താൽ വണ്ടി കുറേശ്ശെ പോവും. വളരെ സ്ലോവിലാണ്, സ്പീഡ് കുറവായിരിക്കും, പക്ഷേ വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിനകത്ത്. അത് വലിയ ഒരു സൗകര്യമാണ്. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ടബിൾ, AC ഭയങ്കര പെർഫെക്റ്റ് AC ആണ്.
നേരത്തെ പറഞ്ഞ മാതിരി ഒരാൾക്ക് പോകാനാണെങ്കിൽ ഇത് പെർഫെക്റ്റ് വെഹിക്കിൾ എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് 100% പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞ XUV500 ആണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ വണ്ടി നമുക്ക് കിട്ടാവുന്നത് ഏകദേശം 9 കിലോമീറ്റർ മൈലേജ്, 9 മുതൽ 10 കിലോമീറ്ററാണ് മൈലേജ് കിട്ടുന്നത്. കമ്പനി പലതും പറയുമെങ്കിലും പ്രാക്ടിക്കൽ സെൻസിൽ നമുക്ക് പലപ്പോഴും കിട്ടുന്നത് 9 മുതൽ 10 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ 100 രൂപ കൊടുത്ത് ഡീസൽ അടിച്ചാൽ 10 കിലോമീറ്റർ നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു കിലോമീറ്ററിന് ഏകദേശം 10 രൂപ നമുക്ക് അവിടെ ചിലവ് വരും. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ചാർജ് ചെയ്യാൻ ഏകദേശം 200 രൂപ വരുള്ളൂ. 200 രൂപയുടെ താഴെ വരുന്നുള്ളൂ, 180 രൂപയ്ക്കേ വരുന്നുള്ളൂ. നമുക്ക് 150 കിലോമീറ്റർ നമുക്ക് ഇത് ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ട്. 160 മുതൽ 180 ഇടയ്ക്ക് വേരി ചെയ്ത് മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ 1 കിലോമീറ്ററിന് 1 രൂപ മുതൽ 1.10 അല്ലെങ്കിൽ 1.25 ആ റേഞ്ചിലേ വരുന്നുള്ളൂ. ഒരു XUVക്ക് 1 കിലോമീറ്റർ 10 രൂപ വേണ്ടിയിരുന്നിടത്ത് ഇപ്പോൾ നമുക്ക് 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 1 രൂപ 25 പൈസയ്ക്ക് 1 കിലോമീറ്റർ പോകാം. ഒരു 100 അല്ലെങ്കിൽ ഒരു 150 കിലോമീറ്റർ ഓടി കളിക്കാൻ നമുക്കാകെ 150 മുതൽ 200 രൂപ ചിലവുള്ളൂ. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷൻ മീഡിയ പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ധാരാളം ലൊക്കേഷൻസ് കാണാൻ പോകേണ്ടി വരും. ഇതുപോലെ നല്ല മനോഹരമായ ലൊക്കേഷൻസ് തേടിയുള്ള യാത്ര വേണ്ടി വരും. അതുപോലെ ആർട്ടിസ്റ്റുകളെ കാണാൻ യാത്ര ചെയ്യേണ്ടി വരും. ഷോർട്ട് ഫിലിംസിൻ്റെ ഷൂട്ടിന് യാത്ര ചെയ്യേണ്ടി, ഡോക്യുമെൻ്ററി ഷൂട്ടിന് യാത്ര ചെയ്യേണ്ടി വരും. അപ്പോൾ ധാരാളം യാത്രയുള്ളതാണ്. പലപ്പോഴും ഈ യാത്രകളൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും. ഞാനും എൻ്റെ ക്യാമറേൻ്റെ അതുകൊണ്ട് സാധനങ്ങളായിരിക്കും. അതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രകളായിരിക്കും കൂടുതൽ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും സൗകര്യപ്രദമായി തോന്നിയ വണ്ടിയാണിത്. ഒരു മീഡിയ പ്രൊഫഷണലെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതുപോലെ നിങ്ങളുടെ പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ യാത്ര ഒറ്റയ്ക്കാണ് കൂടുതലെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് പെർഫെക്റ്റാണ്. അത് ഈ വണ്ടി ഇനിയായിരിക്കും ബെസ്റ്റ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി ഈ വണ്ടിയുടെ മറ്റു വശങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. നന്ദി, നമസ്കാരം, താങ്ക് യു.